അറിയാലോ എവിടെയെന്നുള്ളത്. അതൊക്കെ നമുക്ക് പറയാം. പരിശോധന നടക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട്. കൊച്ചി താരതമ്യേന നല്ലതാണ്. പിന്നെ കോഴിക്കോടൊക്കെ തന്നെ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ലീഗ് നടന്നപ്പോൾ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു 50,000-ലധികം ആളെയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലല്ലേ ഇവർക്ക് കൂടി അതിനൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് ടീമിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഒഫീഷ്യൽസ് വരട്ടെ. അവർ വന്നതിന് ശേഷം നമുക്ക് മെനു പ്രഖ്യാപിക്കാം. അല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണല്ലോ. ഇവിടെ വേൾഡ് നമ്പർ 1 ടീം വരട്ടെ ആദ്യം. അവര് എൻഗേജ് ചെയ്തുവരെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വഴി അറിയിക്കാം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പറയണ്ടല്ലോ. സമയം അതെ. ആ ഒരു ഡേറ്റ് ആവുമല്ലോ. ഫിഫ വിൻഡോ അങ്ങനെ തന്നെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വർഷം അത് 2025 അത് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനുമാണ് ഔദ്യോഗികമായി കേരളത്തിൽ വന്ന് അറിയിക്കേണ്ടത്. അവരവിടെ നിന്നല്ല പറയേണ്ടത്. അവർ വരും. അവര് ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തും. ഒരു 1.5 മാസത്തിനുള്ളിൽ. എല്ലാവരും മെസ്സി അടക്കമുള്ള ആളുകളാണ് ഇവര്. നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ അതിന്റെ ഔദ്യോഗിക സ്പോൺസർമാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണിത്. അവർക്ക് നമ്മൾ കത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട രാജു അപ്സരയും ബന്ധപ്പെട്ട ജസ്റ്റിൻ പാലത്തറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ പാലത്തറയാണ് ആദ്യം നമ്മൾ സമീപിച്ച. അവർ രാജു അപ്സരയുമായി സംസാരിച്ചു. അപ്പോൾ വ്യാപാര സമൂഹം ഇതിന് മുൻകൈ എടുക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. മഞ്ചേരി സ്റ്റേഡിയം നോക്കിയപ്പോൾ അതിൽ 20,000-ലധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കാരണം ധാരാളം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2 മത്സരങ്ങളാണ്ടാവുക. 2 മത്സരങ്ങൾ. അല്ലാതെ നോക്കാന്നേ. അത് നമ്മള് ആലോചിച്ച് തീരുമാനിക്കാം. അവര് വരട്ടെ. അല്ല, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അല്ല, അത് നമ്മൾ ആ കാര്യങ്ങളിൽ കടക്കാൻ മതി. ഇപ്പോ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ 4/1 ഫാൻസ് ഉള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ, അർജന്റീനൻ ടീമിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പണത്തിലപ്പുറം അതാണ്. അവർ ഫാൻ ബേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് അതുകൂടിയാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അല്ല, അത് നമ്മൾ തീരുമാനിക്കാം. അല്ല, അത് നോക്കൂ, അതൊക്കെ നമ്മൾ ആലോചിക്കാതിരിക്കുമോ? അതെല്ലാം ആലോചിക്കുന്നുണ്ട്. അത് നമുക്കത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാം. നമ്മൾ ആദ്യം ഈ ഒരു കാര്യം വേൾഡ് നമ്പർ 1 ആദ്യം എൻഗേജ് ചെയ്യുക. അതിനുശേഷമല്ല മറ്റുള്ള കാര്യങ്ങൾ. തീർച്ചയായും അല്ല, അവര് വരുമ്പോൾ പ്രഖ്യാപിക്കുമല്ലോ. അവർ പ്രഖ്യാപിക്കാനാണ് വരുന്നത്. യെസ്, ഇല്ലല്ലോ. നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഫോറിൻ അഫയേഴ്സിന്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ ക്യൂബൻ ടീം വന്നിരുന്നു, യൂറോപ്യൻ ടീമുകളൊക്കെ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അതിലൊന്നും മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ആ സമയത്ത് അവര് വിസക്ക് അപ്ലൈ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതവർ ചെയ്യും. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. തീർച്ചയായിട്ടും ആ സമയത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായൊക്കെ തന്നെ നമ്മൾ ചർച്ച നടത്തുമല്ലോ. ആദ്യം ഒരു നിലം ഒരുങ്ങണ്ട. ആദ്യം അത് ഒരുങ്ങിക്കഴിഞ്ഞല്ലോ.
ആര് നോക്കൂ, ടീമിന്റെ സ്പെയിനിലെ ഹെഡ്ക്വാർട്ടറിൽ നമ്മൾ പോയത്. അവിടെ മറ്റാരുണ്ടാവില്ലോ, അർജന്റീനയുടെ ആളുകളിലേ ഉണ്ടാവുള്ളൂ. അല്ല അർജന്റീൻ ടീമിനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം അതിന് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മാനേജ്മെന്റ് ഉണ്ട്, അവരുമായി സംസാരിച്ചു. ഓക്കെ, ശരി. നമ്മുടെ രാജു അഫ്സറുണ്ട്, ഇതാ ആൻഡ് പിന്നെ പലതരമുണ്ട്. ഇതൊന്നും പറയണ്ട, വെറുതെ പറഞ്ഞാൽ മതി. നമ്മുടെ കേരള സർക്കാർ വ്യാപാര സമൂഹത്തെ എങ്ങനെ സഹായിക്കാം എന്നതിൻ്റെ കൂടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അർജന്റീനയുടെ ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ കേരളത്തിലേക്കുള്ള വരവും ഈ കളിയും. കാരണം ഞങ്ങൾ 14 ലക്ഷത്തോളം ചെറുകിട വ്യാപാരമാണ് കേരളത്തിലുള്ളത്. ഇന്ന് കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ 14 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇവർക്ക് പോയിന്റ്സ്, നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പോയിന്റ്സുകൾ കൊടുക്കുകയും ആ പോയിന്റ്സുകൾ മുഖാന്തരം ഇവർക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് 1 രൂപ പോലും ചിലവാകാതെ അവർക്ക് ടിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും. അതിലൂടെ വ്യാപാര രംഗത്ത് വലിയൊരു ഉണർവുണ്ടാകുകയും, നമുക്കറിയാം ഇപ്പം ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്സിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട GST ലഭിക്കുന്നില്ല. വളരെയധികം വെട്ടിപ്പാണ് ആ മേഖല നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഓപ്പൺ വ്യാപാരത്തിലൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് സ്വാഭാവികമായും വ്യാപാരത്തിലുണ്ടാകുന്ന ഈ സർക്കാരിലേക്ക് വരുന്ന GSTയുടെ കുറവ് നികത്തുവാൻ, അതോടൊപ്പം വ്യാപാര മേഖല ഉണർവുണ്ടാകി എല്ലാ മേഖലയിലും ഉണർവുണ്ടാകാനും സാധിക്കും. നമുക്കറിയാം 1 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ അടുത്ത കാലത്ത് പൂട്ടിപ്പോയിരിക്കുന്നത്. 5 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ വാങ്ങൽശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് മാറ്റം വരണം. രാജ്യത്ത് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിനും അവിടുത്തെ തൊഴിലാളികൾക്കും ഗുണപ്രദമാകുകയും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഗുണമുണ്ടാകുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തത്. ഒലോപ്പോ ആപ്പ് മുഖാന്തരമാണ് നമ്മൾ ഈ സംവിധാനം വ്യാപാരികൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് പോയിന്റുകൾ കൊടുക്കുന്നത്. ആ കിട്ടുന്ന പോയിന്റുകൾ കൊണ്ട് അവർക്ക് ടിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും. അതിൽ ഫുട്ബോൾ പ്രേമികളായ അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കുന്നവരായ സ്പോർട്സിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ സ്വാഭാവികമായും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കൂടെ കാരണമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം, ഈ സാധാരണ അർജന്റീന ടീം ഏത് നാഷണൽ ടീമും ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ സംഘാടകരായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ അർജന്റീന അവര് വരട്ടെ, അവര് അതിനാണല്ലോ വരുന്നത്, അതിനാണല്ലോ. അതിനു മുമ്പായിട്ട് ഇവിടുത്തെ പശ്ചാത്തല സൗകര്യം അടക്കം അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞതാണ്. അതിൽ അവർക്കൊരു സംതൃപ്തി ഇല്ലെങ്കിൽ അല്ല, അതൊക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം ഈ വേദി അടക്കമുള്ള പ്രഖ്യാപിക്കാം. നോക്കൂ, ഇതൊരു ഫുട്ബോൾ മേള നടക്കുമ്പോൾ ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം എന്നുള്ള വെന്യൂ അടക്കമുള്ള കാര്യങ്ങൾ ആ ടീമുകൾ പ്രഖ്യാപിക്കുക എന്നുള്ള അതാണ് അതിന്റെ രീതി. അതിൽ മറികടന്നിപ്പം ഞാനൊരു അഭിപ്രായം പറയുന്നത് അല്ല. നോക്കൂ, ഇവിടെ അതല്ല, അത് നിങ്ങൾ ഉറപ്പിക്കണ്ടല്ലോ, നമ്മൾ ഉറപ്പിച്ചിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. അല്ല, അതന്നെ, അതുകൊണ്ടാണ് വിളിച്ചത്. നമ്മളിത് ഉറപ്പിച്ചിട്ടല്ലേ നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോകണോ? അത് വേണ്ട. ശരി, അതാണ് പറഞ്ഞത്. ഇതിന്റെ ഔദ്യോഗികമായ വെന്യൂ പ്രഖ്യാപിക്കുന്നതും ഒക്കെ തന്നെ നാഷണൽ ടീം വന്നിട്ടാണ്. അതാണ് അതിന്റെ രീതി. ലോകത്തൊക്കെ നടക്കുന്ന ഒരു രീതിയാണ്. അതിന് മറികടന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ല, അതൊക്കെ തന്നെ ആദ്യവട്ടം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ ഇപ്പോൾ ടീം എവിടെ കളിക്കുന്നൊന്നും നമുക്ക് കേരളത്തിൽ കളിക്കാൻ സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതിന് ശേഷമല്ലേ ഒരു ടീമിനെ ക്ഷണിച്ചിട്ടുള്ളതും അവർ സമ്മതം അറിയിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളത്. അല്ല, അത് പിന്നെ പറയാം, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. യെസ് ശരി എന്നാ.